ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഈ കേക്ക് നമ്മളിപ്പോൾ ചാറ്റ് ജിപിയിലൊക്കെ ഇട്ട് എഡിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കേക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? അത്രയും ലുക്കൊന്നും ഇല്ല കേട്ടോ. കാര്യം ഞാൻ വലിയ പ്രൊഫഷണൽ ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കുന്ന ആളൊന്നുമില്ല. പക്ഷെ ടേസ്റ്റ് വൈസ് ഞാൻ ഉറപ്പ് തരും. കാര്യം ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കുന്ന ആളാണ്. പിന്നെ ഞാൻ ഒരുപാട് സാധനങ്ങളൊന്നും കട്ട് ചെയ്ത് കളഞ്ഞ് അത് കൊളാക്കാറില്ല. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്ത് ഓൾറെഡി നമ്മൾ നോക്കും, ബോർഡിന്റെ വെയിറ്റ് നമ്മൾ നോക്കണമല്ലോ. എന്നാലാണ് നമുക്കത് കേക്ക് എത്ര kg വരും എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് സ്ക്വയർ കേക്ക് മതി, പരത്തി ചെയ്താൽ മതി, അത്യാവശ്യം 15 പീസ് കിട്ടണം എന്നുള്ള രീതിയിലേക്കാണ് അവർ പറഞ്ഞത്. അപ്പം ഞാൻ അവർ 1 കിലോ ആണ് പറഞ്ഞെങ്കിലും 1.25 കിലോ അടുത്തൊക്കെ വന്നായിരുന്നു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ആവട്ടെ, നമ്മളത് ചെയ്യാമെന്നുള്ള രീതിയിലൊക്കെ. പിന്നെ റേറ്റ് ഞാൻ പറഞ്ഞ റേറ്റ് അവരെനിക്ക് തന്നു, എമൗണ്ട് ഒക്കെ തന്നു. പക്ഷേ ഞാനത് നല്ല രീതിയിൽ അത്രയും സന്തോഷത്തോടുകൂടി നല്ല രീതിയിൽ ഉണ്ടാക്കിയ ഒരു കേക്കിന് ഞാൻ വിചാരിച്ച റിവ്യൂ എനിക്ക് കിട്ടിയില്ല. ഈ കാണുന്ന കേക്ക് ഇവർ വളരെ മോശം റിവ്യൂ ആണ് എനിക്ക് തന്നത്. അവർ പറഞ്ഞത് കേക്ക് ഒട്ടും കൊള്ളില്ല, കേക്കിന് എന്തോ ക്രീമിനൊക്കെ ഭയങ്കര കയ്പായിരുന്നു, കേക്ക് ഒട്ടും നല്ലതല്ല എന്നുള്ള രീതിയിലേക്ക് ഭയങ്കര മോശം റിവ്യൂ ആണ് പറഞ്ഞത്. അതെന്താണെന്ന് എനിക്കറിയില്ല. ഈ കേക്ക് കൊടുക്കുന്നതിന് 2 ദിവസം മുന്നേ വരെ ഞാനിവിടെ വീടിനടുത്തൊരു കേക്ക് കൊടുത്തിരുന്നു. അവർ നല്ല റിവ്യൂ ആണ് പറഞ്ഞത്. അതിന് മുന്നേയും ഞാനൊരു കേക്ക് കൊടുത്തു. അപ്പോൾ ഈ ഓർഡർ തന്ന കുട്ടിയുടെ വീട്ടിലേക്ക് ഞാൻ ഇതിന് മുന്നേ ഒരു കേക്ക് കൊടുത്തിട്ടുണ്ട്. അത് ആ കേക്ക് ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് എനിക്ക് ഈ കേക്കിനും ഓർഡർ തന്നതും. എനിക്ക് ഈ കേക്കിന് ഓർഡർ തന്നത് ഒരു കുടുംബശ്രീയുടെ ആവശ്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞിട്ടാണ് തന്നത്. അപ്പോൾ അവർ വൈകുന്നേരത്തേക്കാണ് പറഞ്ഞത്. ഞാൻ പിന്നെ മഴയുടെ ഒക്കെ ഇഷ്യൂ കാരണം രാവിലെ കൊണ്ട് കൊടുത്തു. പക്ഷേ അത് മണ്ടത്തരമായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ കേക്ക് രാവിലെ ഇവിടെ നിന്ന് പാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ കേക്കാണല്ലോ നമ്മൾ എടുക്കുമ്പോഴൊക്കെ നമ്മുടെ കയ്യിലൊക്കെ തട്ടിമുട്ട് കയ്യിലേക്ക് ആവും. അപ്പോൾ കേക്ക് അങ്ങനെ ആയ സമയത്ത് ഞാൻ വായിലേക്ക് ഇട്ടു. വെറുതെ ക്രീമല്ലേ കളയണ്ടല്ലോ എന്നോർത്ത് ഞാനത് കഴിച്ചപ്പോൾ പോലും ആ ക്രീമിന് ഒരു കയ്പില്ല. നമ്മളൊരു കയ്പോ ഒരു ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മളിപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു ഹോം ബേക്കേഴ്സും കൊടുത്തു വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ക്രീമിന് കയ്പുണ്ടെങ്കിൽ ഒരു ഹോം ബേക്കറും വിളിച്ച് കാര്യം പറയുന്നത്. എങ്ങനെയാണ് സംഭവം, രാവിലെയാണ്, അപ്പം നിങ്ങൾക്ക് കടയിൽ നിന്ന് നിങ്ങൾ വാങ്ങാൻ എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും വേറെ ഓർഡർ കൊടുക്കുക, ഇങ്ങനെയാണ് കേട്ടോ ക്രീമിന് കയ്പുണ്ട് എന്ന് മാന്യമായി ഞാൻ പറയും. എനിക്ക് അങ്ങനെ പറയാനുള്ളൊരിത് എനിക്കുണ്ട്, ഞാനത് പറയും. ഞാൻ നല്ല എല്ലാവരും പറയും. പക്ഷെ ഞാനപ്പോൾ കഴിച്ചപ്പോൾ പോലും അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന ക്രീം ഞാനിത് കൊണ്ട് കൊടുക്കുമ്പോൾ പോലും ഒരു കുഴപ്പമില്ലാതിരുന്ന കേക്ക് വൈകുന്നേരം ആയപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. പിന്നെ ഈ കേക്കിന് പൊതുവെ കയ്പ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബേക്കിംഗ് സോഡയൊക്കെ ആഡ് ചെയ്തിട്ട് കേക്ക് ഉണ്ടാക്കണം. ഞാൻ പക്ഷേ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാതെയാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്നിട്ട് പോലും വളരെ മോശം റിവ്യൂ ഒക്കെ പറഞ്ഞ കേക്കാണത്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ഫില്ലിങ്സ് ഒക്കെ ആൾക്കാർ കണ്ടോട്ടേ ഓർത്ത് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കേക്കിൻ്റെ തീമൊക്കെ കണ്ടിട്ട് സെയിം കേക്ക് ഒരാൾ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവർക്ക് സംഭവം ഉണ്ടാക്കി കൊടുത്തു. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ബൈ.